ഹലോ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാനൊരു പുട്ടുണ്ടാക്കി. പുട്ടുകൂടത്തിലാണ് പുട്ടുണ്ടാക്കിയത്. പക്ഷെ അതൊരു വെടിക്കെട്ട് പുട്ടായിരുന്നു. ഞാനത് ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്ത് നോക്കാം. ബാ, അതിനെ ഒരു ചരുവെടുത്തു. അതിലേക്ക് കുറച്ച് പുട്ടുപൊടി ഇട്ടു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. നമുക്കതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ചേർത്ത് നമുക്കൊന്ന് നനച്ചു കൊടുക്കാം. പിന്നെ സാധാരണ തേങ്ങ ചേർക്കാറുണ്ട്, പക്ഷെ എനിക്ക് തേങ്ങ ചേർക്കാൻ മടിയായതുകൊണ്ട് എൻ്റെ പുട്ടിന് ഞാൻ തേങ്ങ ചേർക്കുന്നില്ല. അപ്പം നന്നായിട്ട് നനച്ച് വെച്ചിരിക്കുകയാണ്. അതിന് ഞാൻ പുട്ടുകൂടം എടുത്തു. പുട്ടുകൂടത്തിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. പുട്ടിന് വേകാൻ വേണ്ട വെള്ളം. ഞാൻ ഇച്ചിരി കൂടുതൽ വെള്ളം എടുക്കുന്നുണ്ട് പുട്ടുകൂടത്തിൽ. പുട്ട് വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇനി കുറ്റിയെടുത്തു, അതിലേക്ക് ചില്ലിട്ടു, ഗ്യാസിൽ വെച്ചു, സെറ്റാക്കി. നമുക്ക് തീ കൊടുക്കാം. തീ കൊടുത്ത് വെള്ളം ഒന്ന് തിളക്കിട്ട് എന്നിട്ട് നമുക്ക് പുട്ടിടാം. പൊടി ഇട്ട് കൊടുക്കാം. അപ്പം വെള്ളം ഒരുവിധം ചൂടായിട്ടുണ്ട്. ഞാൻ നനച്ച പൊടി പുട്ടുകുറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചില്ല് വെച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കൊഴുക്കട്ടയായിട്ട് എടുക്കേണ്ടി വരും. പൊടിയിട്ട് ചുണ്ടനി ഒന്ന് അഭി വരട്ടെ. അയ്യോ, ഇതാണ് പുട്ടിൻ്റെ അവസ്ഥ. ശോകം ഭയാനകമായ അവസ്ഥയാണ്. പുട്ട് പുറക്കായില്ല തോന്നണത്. പുട്ടും പഴവും കൂടി കഴിക്കാമെന്നും പറഞ്ഞിരുന്ന ഞാനാ പൊട്ടിപ്പോ ഒരു പരിവായി. കഞ്ഞിയായോ പായസമായോ എന്ന് മാത്രം മനസ്സിലാകണില്ല. എടുത്ത് വടക്കെ പാടത്തേക്ക് അറിയണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഞാൻ തന്നെ എടുത്തിട്ട് വന്ന് കഴുകി വെക്കണ്ടേന്ന് ഓർത്തപ്പം ഞാൻ തന്നെ അങ്ങ് ക്ഷമിച്ച്. ഇനി ഇത് കളഞ്ഞിട്ട് പുതിയൊരു പുട്ടുണ്ടാക്കി തിന്നാം. എന്താ സംബന്ധിച്ചെന്നറിയോ, പുട്ടുകൂടത്തിന് 3/4 ഭാഗം വെള്ളം ഒഴിച്ചു. അപ്പം തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വെള്ളം മേളിലേക്ക് കയറി ആ പൊടിയായിട്ട് മിക്സായി. അതാണ് കുറുക്ക് പോലെയായി. അതിൻ്റെ അകത്തുനിന്ന് പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായത്.